നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശക്തമായ മഴ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നുണ്ട്. കാലവർഷവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ട് എങ്കിൽ പോലും മഴയ്ക്ക് ഒട്ടും കുറവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്കൂളുകൾ തുറന്ന് ഇന്നലെയാണ്. നാളെ മുതൽ കേന്ദ്രീയ വിദ്യാലയങ്ങളടക്കം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഇറാൻ ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറി എന്നുള്ള സൂചനകൾ അവിടുത്തെ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. ഇന്നലെയാണ് അമേരിക്ക ഇറാനിലെ പല കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. പ്രത്യാക്രമണമുണ്ടാകും എന്ന ഗൾഫ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഭയക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. സമാധാന ശ്രമങ്ങൾ താളം തെറ്റിച്ച് അമേരിക്കയും ഇറാനും വീണ്ടും യുദ്ധപാതയിൽ. ഗൾഫിലാകെ ആശങ്ക. ഇന്നലെ ഇറാനിലേക്ക് യുഎസിന്റെയും ഇസ്രായേലിന്റെയും ആക്രമണം. ഇറാൻ തിരിച്ചടിച്ചത് കുവൈറ്റിലേക്ക്. എല്ലാ ചർച്ചയും നിർത്തിവെച്ചെന്ന് ഇറാനി ന്യൂസ് ഏജൻസി തസ്നിമിന്റെ റിപ്പോർട്ട്. ഉത്തര ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞുപോകാൻ ഇറാന്റെ അന്ത്യശാസനം. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് സുനിശ്ചിതം. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് മുഹ്സീൻ. BJP വിട്ടുനിൽക്കും. ആദ്യ അടിയന്തര പ്രമേയവും ഇന്നുണ്ടാകും. കാലവർഷം കേരളത്തോട് അടുക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ വരവറിയിച്ചു പലയിടങ്ങളിലും മഴ കനത്തു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മീൻ പിടിക്കാൻ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. തലസ്ഥാനത്ത് സർക്കാർ സ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ തുടർ നടപടികൾ ഉണ്ടാകും. DEOയുടെ റിപ്പോർട്ട് ഇന്ന്. ഉന്നതതല അന്വേഷണം വേണമെന്ന് മേയർ VV രാജേഷ്. അട്ടക്കുളങ്ങര ഗവൺമെന്റ് സ്കൂളിൽ ഇന്നലെ വൈകിട്ട് തകർന്നു വീണത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം. ടിനി ടോമിനെതിരെ പോലീസിൽ പരാതി നൽകിയ അൻസിബ. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് കാക്കനാട് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ടെന്ന പരാതിയിൽ തുടർ നടപടികൾ. എല്ലാ പോലീസുകാരുടെയും മൊഴിയെടുക്കും. നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോടും മൊഴി നൽകാൻ ഹാജരാകാൻ നിർദ്ദേശം. പരാതി ഈ മാസം 20-നുള്ള അമ്മ ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യണമെന്ന നിലപാടിൽ താരങ്ങൾ. അൻസിബയ്ക്ക് പിന്തുണയുമായി ആസിഫ് അലിയും അജു വർഗീസും. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട്. മന്ത്രിമാരെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. മകൻ യതീന്ദ്ര അടക്കം 8 വിശ്വസ്തരെ മന്ത്രിമാരാക്കണമെന്നും സുപ്രധാന വകുപ്പുകൾ വേണമെന്നുമുള്ള കടും പിടുത്തത്തിൽ സിദ്ധരാമയ്യ. പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്ന നിലപാടിൽ DK. BJP വിടുമെന്ന വാർത്തകൾക്കിടയിൽ K അണ്ണാമല ഡൽഹിയിൽ. BJP ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച. അമിത്ഷായെയും കാണും. BJP വിട്ട് പുതിയ പ്രസ്ഥാനം തുടങ്ങാനുള്ള ശ്രമത്തിലെന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നുള്ള വിവരങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സമാധാന കരാറുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറുകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വിവരം ഈ ചർച്ചകൾ ഇറാൻ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്നലെയാണ് അമേരിക്കയും ഇസ്രായേലും ടെഹ്റാനിലടക്കം ആക്രമണം അഴിച്ചുവിട്ടത്. അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും തുടർന്ന് നിർത്തിവെച്ചുവെന്ന് ഇറാനിയൻ സർക്കാരുമായി ബന്ധമുള്ള മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ചർച്ച നിർത്തിവെക്കുന്ന സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇറാൻ അന്ത്യശാസനം നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ, ഇപ്പോൾ ഇനി ഒത്തുതീർപ്പിനില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ആക്രമണം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെന്ന് പറയുമ്പോഴും സാധാരണക്കാരടക്കം കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇറാനിലേക്കും വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്കൻ ആക്രമണം ഉണ്ടാകുന്നത് ചില്ലറയൊന്നുമല്ല ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? ഇപ്പോഴും ആരെങ്കിലും മധ്യസ്ഥത വഹിക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ?
പരിശോധിക്കാൻ? രഞ്ജിത്ത്, അടുത്ത 60 ദിവസത്തേക്ക് കൂടി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും അപ്രതീക്ഷിതമായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രകോപനപരമായ നീക്കം എന്ന് തന്നെ വിലയിരുത്താം. ലെബനനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ, അത് നേരത്തെ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടതാണ്. നേരത്തെ താൽക്കാലിക വെടിനിർത്തൽ വന്നപ്പോൾ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ലെബനനിലേക്കും യമനിലേക്കും ഒക്കെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണം. ഈ ചർച്ചയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ പൊടുന്നനെയാണ് ഇങ്ങനെ ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. സ്വാഭാവികമായി ഇറാൻ അതിൻ്റെ ഒരു പ്രതികരണം എന്നോണം കുവൈറ്റിലേക്കൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു നിലയുണ്ടായി. കാരണം സഖ്യരാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരുടെ എയർബേസുകൾ ആക്രമിക്കുന്നത് സ്ഥിരമായി നടത്തുന്ന ഒരു കാര്യമാണ്. അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്കുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. ഗോരുഖ് എന്ന പ്രവിശ്യയിലേക്കാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവിടെയാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തലിലേക്ക് കുറച്ചുകൂടി കാലം നീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ചർച്ചകൾക്കുള്ള സമയം തേടിക്കൊണ്ടുള്ള അങ്ങനെ ഒരു കരാറിലേക്ക് പോകാനുള്ള സാധ്യത മങ്ങുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങളടക്കം ഇപ്പോഴും ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല എന്ന കാര്യം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരഗാച്ചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ അവർ പറയുന്ന കാര്യമാണ്, അമേരിക്കയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് പലപ്പോഴും ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് എങ്ങനെ ലോകരാഷ്ട്രങ്ങളെ ബാധിക്കും എന്നത് തന്നെയാണ് വലിയ ആശങ്കയായി അവശേഷിക്കുന്നത്. നമുക്കറിയാം, 3 പ്രാവശ്യം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പാചകവാതക സിലിണ്ടറിന്, അത് ഗാർഹിക പാചകവാതക സിലിണ്ടറും അതോടൊപ്പം തന്നെ വാണിജ്യ സിലിണ്ടറും അടക്കമുള്ളവയ്ക്ക് വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസവും വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വിപണിയുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിനടക്കം വലിയ വർധനയുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ബാരലിന് 84 ആയിരുന്നത് ഡോളർ എന്നത് ഇപ്പോൾ 95-ന് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ സംഘർഷത്തിൻ്റെ പ്രതിഫലനം ക്രൂഡ് ഓയിൽ വിലയിലും മാറ്റമുണ്ടാക്കുന്നുണ്ട്. ഇത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച്, കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അത്ര ആശാവഹമായ കാര്യമല്ല. നമുക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ ചെന്ന് വീഴും. മാത്രമല്ല വിനോദ, ഇന്നലെ അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ ഈ ഡ്രോൺ റഡാർ നിയന്ത്രണ കേന്ദ്രങ്ങളിലേക്കായിരുന്നു. അത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഒരിക്കലും അത്തരം ആക്രമണത്തിലേക്ക് അമേരിക്ക പോകുമെന്ന് കരുതിയിരുന്നില്ല. അവിടെ ഇറാന്റെ മറുപടി കുവൈറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും പുതിയ സാഹചര്യം അനുസരിച്ച് ഏത് നിമിഷവും ഇസ്രായേലും പ്രകോപിതരാണ്. ഇസ്രായേലും ഈ സമാധാന ചർച്ചകളിൽ നേരത്തെ തന്നെ അമേരിക്കയോട് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഏത് നിമിഷവും ശക്തമായ പ്രത്യാക്രമണങ്ങൾ തുടങ്ങാമെന്നുള്ള സ്ഥിതിയിലല്ലേ കാര്യങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ കുവൈറ്റ് വ്യക്തമാക്കിയതാണ്, അവർ അത് പ്രതിരോധിച്ചു, ഇറാൻ്റെ ആക്രമണം പ്രതിരോധിച്ചു എന്ന കാര്യം. അതുമാത്രമല്ല, ടെൽഅവീവിലെ ജനങ്ങളടക്കം ഒഴിഞ്ഞു പോകണമെന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് കടുത്ത ആക്രമണത്തിലേക്ക് തങ്ങൾ കടക്കാൻ തയ്യാറാണ്. സാമ്പത്തിക ഉപരോധം ഒരു വശത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതാണ്ട് $100 കോടി ഒക്കെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉപരോധം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതൊന്നും തന്നെ തങ്ങളെ സാമ്പത്തികമായി തകർത്താൽ പോലും യുദ്ധത്തിൽ നിന്ന് എങ്കിൽ പിറകോട്ടില്ല, ഇങ്ങനെയാണ് സമീപനമെങ്കിൽ തങ്ങൾ യുദ്ധത്തിലേക്ക് തന്നെ എന്നൊരു സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. ഡ്രോൺ ആക്രമണം, അത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വ്യോമാക്രമണം പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഗോരുഖ് പ്രവിശ്യയിലേക്കാണ് അങ്ങനെ ഒരു ഡ്രോൺ ആക്രമണം നടന്നത്. അത് ഇറാനെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വശത്ത് ചർച്ച നടക്കുകയും മറുവശത്ത് ആക്രമണം നടത്തുകയും ചെയ്യുന്ന രീതി നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. ഏതായിരുന്നാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക അത് വളരെ വലുതാണ്. കാരണം ഇന്നലെ ഈ കുവൈറ്റിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ UAE അതിനെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാം, മലയാളികളടക്കം ധാരാളം ജനങ്ങൾ അവിടെ വസിക്കുന്ന ഒരു മേഖലയാണ്. ഇന്നലെ അത് പ്രതിരോധിച്ചു, അങ്ങനെ ഇറാൻ്റെ ആക്രമണം പ്രതിരോധിച്ചു എന്ന് കുവൈറ്റ് പറയുമ്പോഴും നേരത്തെയൊക്കെ സൗദിയിലും ബഹ്റൈനിലും UAEയുടെ വിവിധ ഭാഗങ്ങളിലും അടക്കം ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഈ ചർച്ചകളിലൂടെ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ അത് കാലാവധി നീട്ടുന്നു. അതിനുള്ളിൽ ഈ ആണവ
നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക, ഹോർമൂസിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കുക, ചില പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ച സീ മൈനുകൾ അത് തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചിരുന്നു. അത് ഈ ചർച്ചയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ അതെല്ലാം തന്നെ പൊളിയുന്ന തരത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ മാറുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. നമ്മളെപ്പോലെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയായിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങളാണ്. കാരണം യുദ്ധം അത് നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം ക്രൂഡ് ഓയിൽ വിലയുടെ പ്രശ്നം, ഗ്യാസ് ലഭ്യതക്കുറവ്, പ്ലാസ്റ്റിക്കുകളുടെ വരവ് കുറവ്, ഹോർമൂസിൽ ചരക്ക് ഗതാഗതം നടക്കുന്നില്ല. ഇതൊക്കെ ആഭ്യന്തര വിപണിയെ കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കത്തക്ക വിധം വളർന്നാൽ വലിയ തോതിൽ നമ്മുടെ ഉപഭോക്തൃ രാജ്യമായ നമ്മളെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല ലോകരാജ്യങ്ങളും ആശങ്കയോടെ നോക്കിക്കാണുന്നതും ഇത്തരം കാര്യങ്ങളാണ്. പാർട്ടി വിട്ട് പുതിയ രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അണ്ണാ DMKയുമായി സഖ്യം തുടരുന്നതിന് നേരത്തെ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അണ്ണാമലൈ. പുതിയ പാർട്ടിയോ വോളണ്ടിയർ കൂട്ടായ്മയോ രൂപീകരിക്കാനുള്ള നീക്കത്തിലെന്നാണ് സൂചന. അതേസമയം പാർട്ടി നേതൃസ്ഥാനത്തേക്ക് തിരികെ വരാനുള്ള തന്ത്രമാണിതെന്നും തമിഴ്നാട്ടിൽ ചില വ്യാഖ്യാനങ്ങളുണ്ട്. വിനോദ് ചേരിയാണ്. വിനോദ്, കോയമ്പത്തൂരിലൊക്കെ കൂറ്റൻ ഫ്ലക്സുകൾ നിരന്നു കഴിഞ്ഞു അണ്ണാമലയെ പിന്തുണച്ചുകൊണ്ട്. വലിയ അനുയായി വൃന്ദമുള്ള ആളാണ്. നമുക്കറിയാം BJPയുടെ ദക്ഷിണേന്ത്യയിലെ ഒരു ക്രൗഡ് പുള്ളറാണ്. അണ്ണാമല എവിടെ വന്നാലും ജനം കൂടും. അണ്ണാമലയുടെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കൂടും. ആ അണ്ണാമലയാണ് ഇപ്പോൾ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്നത്. കോംപ്രമൈസിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അതോ ഈ പറയുന്നതുപോലെ അണ്ണാമലൈ പാർട്ടി തലപ്പത്തെത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും ഒരുപക്ഷെ TVKയും വിജയും വരുന്നതിന് മുൻപേ BJPക്ക് വലിയ വേരോട്ടമില്ലെങ്കിൽ പോലും വ്യക്തിഗതമായി അണ്ണാമലൈ ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. വലിയ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. ഒരുപക്ഷെ ഉദയനിധി സ്റ്റാലിനെയൊക്കെ കാളും യുവാക്കൾക്കിടയിൽ വലിയ പ്രാമുഖ്യം നേടിയെടുക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ TVKയുടെ വരവോടുകൂടി അണ്ണാമലയുടെ പ്രാധാന്യം അസ്തമിക്കുന്നു. അതിന് മുൻപ് തന്നെ അണ്ണാമലൈ ഈ BJP അധ്യക്ഷ പദവി സ്ഥാനത്ത് നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് ADMKയുമായുള്ള സഖ്യം തുടരുന്നതിന് വേണ്ടി BJP കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ ഒഴിവാക്കിയതാണ്. അതായത് ഘട്ടം ഘട്ടമായി അണ്ണാമലയുടെ ഗ്രാഫ് തമിഴ്നാട്ടിൽ കുറയുന്ന അല്ലെങ്കിൽ താഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് മറ്റൊരു നീക്കവുമായി ഇപ്പോൾ അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. മക്കൾ ശക്തി എന്നൊരു പുതിയ പാർട്ടി അണ്ണാമലൈ രൂപീകരിച്ചേക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അണ്ണാമലൈ ഇപ്പോൾ ഡൽഹിയിൽ തുടരുകയാണ്. BJP കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഒരുപക്ഷേ അണ്ണാമലൈ BJP സംസ്ഥാന നേതൃത്വത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി ശക്തനാകുന്നതിന് വേണ്ടി നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളാണോ ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട്. ആ തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ഏതായിരുന്നാലും TVK വലിയ നേട്ടമുണ്ടാക്കും, ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി മുന്നോട്ട് വരുമെന്ന് നേരത്തെ പ്രവചിച്ച ആളുകളിൽ ഒരാളാണ് അണ്ണാമലൈ. മാത്രമല്ല വിജയ്ക്ക് ചില പ്രതിസന്ധികളൊക്കെ നേരത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോഴും DMK സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകൾ നേരിടേണ്ടി വന്നപ്പോഴും ഒക്കെ തന്നെ അണ്ണാമലൈ ഒപ്പം നിന്നു, അല്ലെങ്കിൽ ഒരു പിന്തുണ വിജയ്ക്ക് നൽകി എന്നതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ BJP ഒരുപക്ഷെ BJPയിലേക്ക് പോയേക്കും, അതിന് പാലമായി അണ്ണാമലൈ മാറിയേക്കും എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിലയിരുത്തലുണ്ടായിരുന്നു. സർക്കാർ രൂപീകരണ സമയത്ത് പോലും ആ തരത്തിലുള്ള BJPയുടെ അവർക്ക് ഒരു അംഗം മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും BJPയുടെയൊക്കെ ഒരു പിന്തുണ ഒരുപക്ഷെ വിജയ് തേടിയേക്കും എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കോൺഗ്രസുമായി വിജയ് അടുക്കുകയാണ് ചെയ്തത്. അണ്ണാമലയുടെ അടുത്ത നീക്കം എന്തെന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ADMKയുമായി തെറ്റിവന്ന നേതാവാണ്. DMKയുമായി അങ്ങനെ അങ്ങ് അടുക്കാൻ കഴിയില്ല. വിജയുമായി സഖ്യത്തിനുള്ള സാധ്യതയുമില്ല. അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു നീക്കം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു വോളണ്ടിയർ കൂട്ടായ്മ എന്ന നിലയ്ക്ക്, അത് നമുക്കറിയാം അവിടെ ഈ വിജയൊക്കെ ഫാൻസ് അസോസിയേഷനെ ആദ്യം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്തിയതെന്നത്, ആ തരത്തിലൊരു വോളണ്ടിയർ കൂട്ടായ്മ ഉണ്ടാക്കുകയും പിന്നീട് അതൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുകയും ചെയ്യുക എന്നൊരു തന്ത്രമാണോ, അതല്ല BJPയിൽ സംസ്ഥാന തലത്തിൽ വീണ്ടും മുകളിലേക്ക് വരാനുള്ള, നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, ആ തരത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി അണ്ണാമലൈ നടത്തുന്ന ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണോ ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും സംശയിക്കുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അണ്ണാമലയുടെ നീക്കം എന്ത് എന്നത് നിരീക്ഷിക്കുകയാണ് BJP നേതൃത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ UDF സ്ഥാനാർത്ഥിയാണ്. ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. MLA മുഹമ്മദ് മുഹ്സീൻ
CPI-യുടെ മുഹമ്മദ് മുഹസീൻ LDF-ന് വേണ്ടി മത്സരിക്കും. BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് വിവരം. നേരത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പിലടക്കം BJP മത്സരിച്ച് ഒരു ചരിത്രം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഇന്നിപ്പോൾ നിയമസഭയിൽ മറ്റ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. അടിയന്തര പ്രമേയം അടക്കം വരുമെന്ന് കരുതുന്നു. തുടർച്ചയായ സമ്മേളനമാണോ? സഭയുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബജറ്റ് അടക്കം അവതരിപ്പിക്കാനിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ സർക്കാരിന് വേണ്ടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്നും നാളെയും സഭ സമ്മേളിക്കുന്നത്. അതിൻ്റെ ആദ്യ ദിനമായ ഇന്നാകും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും നടപടിക്രമങ്ങൾ അനുസരിച്ച് രാവിലെ തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത. അരൂർ MLA-യും UDF-ന്റെ വനിതാ നേതാവുമായ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. 102 പേരുടെ പിന്തുണ അവർക്ക് ലഭിച്ചേക്കും. മുഹമ്മദ് മുഹസീനാണ് CPI-യുടെ LDF-ന്റെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. അതേസമയം കഴിഞ്ഞ തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ BJP ഇത്തവണ വിട്ടുനിൽക്കുകയാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. BB ഗോപകുമാർ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം BJP-ക്ക് വേണ്ടി മത്സരിച്ച BB ഗോപകുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി BJP നേതൃത്വം തെരഞ്ഞെടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടും. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ മാത്രമേ അതിൽ ബാക്കിയാക്കാനുള്ളൂ. ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം സഭയിൽ അനുമതി തേടിയേക്കുമെന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. എന്തായാലും സഭ ഏത് തരത്തിലേക്ക്, അതായത് ബജറ്റ് സമ്മേളനം ഒരുപക്ഷെ 19-ാം തീയതിയാകാം. ബജറ്റ് അവതരണം 19-നോ 20-നോ ആകും നടക്കുകയെന്നാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ സഭയുടെ നടപടിക്രമങ്ങൾ നന്ദിപ്രമേയ ചർച്ചകൾക്ക് ശേഷം നാളെയോടെ അവസാനിക്കും. നിയമസഭാ നടപടികൾ ഇന്ന് പുനരാരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ഭാഗമായി നടക്കേണ്ടത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കു സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ മുതൽ കാലവർഷം കേരളത്തിലെത്തിയേക്കാം എന്നാണ് പ്രവചനമുള്ളത്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും മഴ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രിയിലുമൊക്കെ അതിശക്തമായ മഴ തലസ്ഥാനത്തടക്കം സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴയുണ്ട്, ശക്തമായ ഇടിയുണ്ട്. ഇടി മിന്നലേറ്റ് മരണം സംഭവിച്ച പശ്ചാത്തലമുണ്ട്. തലസ്ഥാന നഗരത്തൊക്കെ വെള്ളക്കെട്ട് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മഴയ്ക്ക് ഒരു കുറവില്ല. പക്ഷേ അപ്പോഴും മെയ് മാസം രേഖപ്പെടുത്തിയ മഴ കഴിഞ്ഞ തവണത്തേക്കാൾ ശതമാനക്കണക്കിൽ കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നൽകുന്നുണ്ട്. എല്ലിനോ പ്രതിഭാസമൊക്കെ ആ തരത്തിൽ നമ്മുടെ മഴയുടെ അളവിനെ ബാധിക്കുമെന്നുള്ള ആശങ്ക കാലാവസ്ഥാ കേന്ദ്രം രാജ്യാന്തര തലത്തിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം ബാധിക്കുമെന്നുള്ള ആശങ്ക കാലാവസ്ഥാ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച 10 ജില്ലകൾ സംസ്ഥാനത്തുണ്ട് എന്നതുകൂടി ചേർത്ത് വെക്കണം. മഴ ഏതായാലും കണക്കുകയാണ്. നവമി ദിനേശ് അല്പസമയത്തിനകം തന്നെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരും. മഴയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കടലിൽ പോകരുത് എന്ന് 2-3 ദിവസമായി മത്സ്യത്തൊഴിലാളികളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യലഭ്യതയിലും കാര്യമായ കുറവ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും മഴ കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്, സംശയമില്ല. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലടക്കം വലിയ തോതിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. നവമി ദിനേശ് ഉണ്ട്. നവമി, എല്ലിനോ പ്രതിഭാസമൊക്കെ നമ്മുടെ മഴയുടെ ലഭ്യതയെ ബാധിക്കുമെന്ന് പറയുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുവെന്ന് തന്നെയല്ലേ വിവരം? രഞ്ജിത്ത്, കൊച്ചിയിൽ പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് വന്നാൽ നിലവിൽ മഴയില്ല. പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. വൈകുന്നേരം രാത്രിയോടുകൂടിയൊക്കെ അതിശക്തമായ മഴയായിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലും 10 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ ഒക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം സ്ഥലത്തു നിന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം
ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തീരപ്രദേശത്തുള്ളവർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഉൾക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരോട് ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇനി ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകട സാഹചര്യം മുന്നിൽ നിൽക്കുന്നതിനാൽ അവരോടും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രകളും രാത്രികാല യാത്രകളും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തീരപ്രദേശത്തുള്ളവർക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത ഉള്ളതിനാൽ നിലവിൽ പെരിയാറിൻ്റെയൊക്കെ ജലനിരപ്പ് സാധാരണഗതിയിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജലനിരപ്പ് ഉയരുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശമാണ് ഉള്ളത്. സാധാരണ നമുക്കറിയാം ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ് സംഭവിക്കാറുള്ളത്. പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള മഴ ഇല്ലെങ്കിൽ പോലും വൈകുന്നേരത്തോടുകൂടി ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ശക്തമായി പെയ്യുന്നത്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ മഴ ഇല്ല, പക്ഷെ മഴ മുന്നറിയിപ്പുമുണ്ട്. ശക്തമായ മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നുണ്ട്. തലസ്ഥാനത്തൊക്കെ മഴയുണ്ട്. എറണാകുളത്ത് ഒന്ന് മഴ മാറി നിൽക്കുന്ന അതുണ്ടെങ്കിൽ പോലും ഇന്നലെയൊക്കെ അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നവമി വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ റിപ്പോർട്ട് കൈമാറും. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് നഗരസഭാ മേയർ വി രാജേഷ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് അട്ടക്കുളങ്ങര സ്കൂളിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ മേൽക്കൂര തകർന്നു വീണത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഭാഗ്യം കൊണ്ടാണ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. സ്കൂൾ പ്രവർത്തന ദിവസമായിരുന്നു ഇന്നലെ. ആ സമയത്ത് ഈ സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായേനെ. ഇതൊരു അനാസ്ഥയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൃത്യമായ ഫിറ്റ്നസ് പരിശോധനകളും മറ്റും നടത്തിയാണല്ലോ സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകുന്നത്. പരിശോധനകളും മറ്റും ഉണ്ടാകും. സ്വാഭാവികമായും ബലപരിശോധന സംഭവിക്കും. ഇത് 2020 പുതുക്കിപ്പണിഞ്ഞ ഒരു കെട്ടിടം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ വ്യക്തമാകുന്നത്. എന്താണ് വിവരം? 3 കോടി രൂപ ചെലവിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പണി പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അട്ടക്കുളങ്ങര ഗവൺമെൻറ് സ്കൂളിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെയാണ് ഇന്നലെ വൈകുന്നേരം 5:30 ഈ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയാണ് തകർന്ന് താഴേക്ക് പതിച്ചത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ ചിതറിക്കിടപ്പുണ്ട്. നമുക്കറിയാം, സ്കൂൾ സമയം അവസാനിച്ച് ജീവനക്കാരൊക്കെ വീടുകളിലേക്ക് മടങ്ങിയതിനാൽ മാത്രമാണ് അതൊരു അപകടത്തിലേക്ക് നയിക്കാതിരുന്നത്. 30ഓളം പേർ ഈ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അതേസമയം ഈ അപകടത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രിയും നിലവിലെ കോർപ്പറേഷനും അധികൃതരുമൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മേയർ വി രാജേഷ് ഇന്നലെ സ്ഥലം സന്ദർശിച്ച ശേഷം രൂക്ഷമായ വിമർശനമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനുമെതിരെയൊക്കെ ഉന്നയിച്ചത്. കാരണം 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കെട്ടിടം എങ്ങനെ കാലപ്പഴക്കം ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ തകർന്നു വീണു? അപ്പം നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന ആവശ്യമൊക്കെയാണ് മേയർ മുമ്പോട്ട് വെച്ചത്. അതോടൊപ്പം കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ്, പിന്നെ എങ്ങനെ ഇതിവിടെ പ്രവർത്തന സജ്ജമായി? അല്ലെങ്കിൽ ഇത് സ്കൂൾ കുട്ടികൾ ഇവിടേക്ക് എത്തിയിരുന്നില്ല എങ്കിലും പിന്നെ ഇത് എങ്ങനെ പ്രവർത്തന സജ്ജമായി എന്ന ഒരു വലിയ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇപ്പോഴും ഓടുകൾ ഇളകിയ നിലയിൽ തന്നെയാണ്. വശങ്ങളിലൊക്കെ നമുക്ക് കാണാം. കനത്ത മഴയൊന്നും പെയ്യുന്നില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ എങ്ങനെയാണ് സാധാരണ മഴ പെയ്ത് എന്തെങ്കിലും വലിയ ഒരു പ്രതിസന്ധികളിലേക്ക് നീങ്ങുമ്പോഴാണ് കെട്ടിടത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുന്നത്. പക്ഷേ അങ്ങനെ ഒരു മഴ ഇന്നലെ രാത്രി പെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനെ കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ നിർമ്മാണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അത് ഈ കൃത്യമായ അനാസ്ഥയാണ്, സംശയമില്ലല്ലോ ഡാന്. കാരണം 2020 ഈ പറഞ്ഞ അറ്റകുറ്റപ്പണി കോടിക്കണക്കിന് രൂപ മുടക്കുന്നു, എന്നിട്ടും അത് സംരക്ഷിക്കാനാവുന്നില്ല ആ കെട്ടിടം.
ഇന്നലെ പകൽ തകരാതിരുന്നത് വലിയ ഭാഗ്യമായി എന്ന് വേണം കരുതാൻ. ഇപ്പോൾ രാഷ്ട്രീയമായും ഇതൊരു ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നേരത്തെ ഡാൻ പറഞ്ഞ പോലെ കാരണമായിട്ടുണ്ടല്ലോ. മുൻ വിദ്യാഭ്യാസ മന്ത്രി എന്താണ് പറയുന്നത്, കോർപ്പറേഷൻ മേയറുടെ മറുപടി എന്താണ്, കൗൺസിലർമാർ അടക്കം ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാരാണല്ലോ ഇനിയിപ്പോൾ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതായത് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ വിവാദങ്ങളോട് ഇന്നലെ പ്രതികരിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തണം, ഇത് കൃത്യമായി അന്ന് പ്രത്യേക സഹായം നൽകി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളാണ് ഇന്നലെ ഈ മേൽക്കൂര തകർന്നു വീണ ഭാഗത്ത് ഉൾപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് ദുരൂഹത, അതെന്താണ് അങ്ങനെ സംഭവിക്കാനിടയായ സാഹചര്യം എന്താണ്, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേസമയം നഗരസഭയാണ് ഒരുപക്ഷെ അതിനെ രാഷ്ട്രീയമായി ആയുധമാക്കിയതെന്ന് വേണം പറയാൻ. 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് ഏതാനും വർഷങ്ങൾ മാത്രമായ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം അപ്രതീക്ഷിതമായി പെട്ടെന്ന് തകർന്നു വീണിട്ടുണ്ടെങ്കിൽ അത് നിർമ്മാണത്തിലെ അനാസ്ഥയാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള നിർമ്മാണമാണ് ഈ 3 കോടി രൂപ ചെലവിൽ ഇവിടെ നടന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അന്നത്തെ വകുപ്പ് എന്നാണ് മേയർ വി രാജേഷ് പ്രതികരിച്ചത്. അത് ഒരു CPM BJP തർക്കമായി മാറുന്ന തരത്തിലേക്ക്, ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം വ്യക്തമായി പറയാൻ. എന്തായാലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഏത് തരത്തിലാകും ഇങ്ങനെയൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ മേൽക്കൂര തകർന്നു വീഴുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ്, അങ്ങനെ ഒരു ബലക്ഷയം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന നടക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അത് ഏത് തരത്തിൽ ഈ അട്ടക്കുളങ്ങര സ്കൂളുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കിടക്കും, അതിനോട് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി എന്ത് മറുപടി നൽകും BJPയുടെ ഈ ആരോപണങ്ങൾക്ക് എന്നതൊക്കെയാകും ഇനി രാഷ്ട്രീയമായി ഇതിനെ ചർച്ചകളിൽ സജീവമാക്കാൻ പോകുന്നു. തീർച്ചയായും അട്ടക്കുളങ്ങര സ്കൂൾ ഇന്നലെ ഉണ്ടായ വലിയൊരു അപകടം അത് വലിയ ചർച്ചയായിട്ടുണ്ട്. തലസ്ഥാനത്ത് രാഷ്ട്രീയ പോരിന് അത് കളമൊരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഗൗരവതരമാണ്. കോടികൾ മുടക്കി പുതുക്കിപ്പണിഞ്ഞ ഒരു കെട്ടിടം കൂടിയാണ് ഇത്തരത്തിൽ തകർന്നു വീണത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വല്ലാതെ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നും ഒക്കെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കേണ്ട ദിവസമാണ്, സംശയമില്ല. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ തകർച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും ഒക്കെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു വാർത്തയിലേക്ക് പോകണം. ടിനി ടോമിനെതിരെ പരാതി നൽകി അൻസിബ ഹസൻ തനിക്കെതിരെ വർഗീയ പരാമർശം നടത്തുന്നുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്നുമാണ് അൻസിബയുടെ പരാതി. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ അമ്മയിലെ പോര് അതിൻ്റെ പരിധി ലംഘിക്കുകയാണ്. ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങളാണ് പുറത്തത് നിയമ പോരാട്ടത്തിലേക്കും പൊതുജന മധ്യത്തിലേക്കും ഒക്കെ വലിച്ചിഴക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അമ്മയിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ എത്ര ചേരിയുണ്ട് അമ്മയിൽ? രഞ്ജിത്ത് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അമ്മയ്ക്കുള്ളിൽ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളാണ് ഇത്തരത്തിൽ കേസും പരാതിയുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അതിൽ അൻസിബ, ടിനി ടോം, ലക്ഷ്മിപ്രിയ ഇവരെല്ലാവരും പരസ്പരം ചെളിവാരി എറിയുന്ന തരത്തിലേക്കാണ് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൻസിബ പുതിയ പരാതി കൊടുത്തിരിക്കുന്നത് ടിനി ടോമിനെതിരെയാണ്. നേരത്തെ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ടിനി ടോമിൽ നിന്നും തനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി. പ്രത്യേകിച്ച് താൻ മതപരിവർത്തനത്തിന് നടത്തുന്നു, തനിക്കെതിരെ പല അവിഹിത കഥകളുമൊക്കെ ടിനി ടോം പടച്ചുവിടുന്നു എന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സംഘടന. കാരണം ഇന്നലെയും ഒക്കെ ടിനി ടോമിനെ വിളിച്ചു വരുത്തിയിരുന്നു. പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചില അംഗങ്ങളാണ് ഈ ഒരു പരാതി കേൾക്കുന്നത്. അതിൽ ജോയി മാത്യു ഉണ്ട്, സരയു, കൈലാഷ്, പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ഇവരാണ് പരാതികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ടിനി ടോം എത്തി ഈ ശ്വേതാ മേനോന് മുന്നിലൊക്കെ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അൻസിബ ഇതുവരേക്കും മൊഴി കൊടുക്കാൻ എത്തിയിട്ടില്ല. അൻസിബ പറയുന്നത് തന്റെ ആവശ്യം സംഘടന അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അൻസിബയുടെ ആവശ്യം ഇവരായിരിക്കില്ല, അതായത് ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾ ആകരുത് തന്റെ പരാതി കേൾക്കുന്നത്, നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കില്ല, പകരം അൻസിബ മുന്നോട്ട് വെച്ച 3 പേരുകൾ അവരായിരിക്കണം തന്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നതെന്നാണ്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി അത്തരത്തിലൊരു കീഴ്വഴക്കം മാറ്റാൻ കഴിയില്ല. അതുമല്ല, ഈ അൻസിബ പറയുന്ന പേരുകളിലുള്ള ആളുകളെല്ലാം തിരക്കിലാണ്. അവരെന്തായാലും ഈ പരാതി കേൾക്കില്ല. അതുകൊണ്ട് തങ്ങൾ തന്നെ പരാതി കേൾക്കാമെന്ന് പ്രസിഡന്റ് അൻസിബയെ അറിയിച്ചെങ്കിൽ പോലും അൻസിബ അതിന് തയ്യാറായില്ല. ഇനിയിപ്പോൾ അൻസിബയ്ക്ക് പറയാനുള്ളത് ജനറൽ ബോഡി യോഗത്തിൽ പറയട്ടെ എന്നാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ എടുത്ത നിലപാട്.
അതിനിടയിലാണ് അൻസിബ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ടിനി ടോമിനെതിരെ. എന്തായാലും അതിന്റെ പക്കലായിട്ടുള്ള തെളിവുകളൊക്കെ കയ്യിലുണ്ടെന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. വരും ദിവസങ്ങളിൽ അൻസിബേനെ എന്തായാലും പോലീസ് വിളിച്ച് മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരാതി നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പരാതി നൽകിയതേ ഉള്ളൂ. ആ പരാതി പരിശോധിച്ച ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ തൃക്കാക്കര ACPക്ക് മുന്നിൽ വന്ന ലക്ഷ്മിപ്രിയ കയ്യിലുള്ള തെളിവുകളെല്ലാം അൻസിബയ്ക്കെതിരെ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അമ്മയിൽ 2 ചേരികളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തർക്കവും പരസ്പരമുള്ള പരാതി കൊടുക്കലും പരാതികളും നിയമ നടപടികളുമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രസിഡന്റും കുറച്ചുപേരും ഒരു പക്ഷം, ജനറൽ സെക്രട്ടറിയും മറ്റൊരു പേരും കുറച്ചു പക്ഷം, അങ്ങനെ 2 ചേരികളായി നിന്നുകൊണ്ട് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും തന്നെ 2 നേതാക്കളായി നിന്നുകൊണ്ടുള്ള പിന്നാലെ കുറച്ച് അണികളുണ്ട്. അത്തരത്തിലുള്ള പരസ്പരമുള്ള പരാതി നൽകലും വിഴുപ്പലക്കലും ഒക്കെയാണ് അമ്മ സംഘടനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, ഈ നാണക്കേടിന്റെ അങ്ങേ അറ്റത്താണ്, സംശയമില്ല അമ്മ. ഇതിപ്പോ ഒരു വെൽഫെയർ സംഘടന എന്നൊക്കെ പറയുമ്പോഴും നേരത്തെ നമുക്കറിയാം അതിന്റെ തലപ്പത്തുള്ള പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളൊക്കെ ഉണ്ട്. മോഹൻലാലൊക്കെ പ്രസിഡന്റായിരുന്നതാണ്, ഇന്നസെന്റ് നയിച്ചതാണ്. ആ സമയത്തൊക്കെ പ്രശ്നങ്ങളില്ലാതെ അവർ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ഈ തലപ്പത്തുള്ളവർ തന്നെ 4, 5 വിഭാഗങ്ങളായി തിരിയുമ്പോൾ ഈ സൂപ്പർ താരങ്ങൾ ഇപ്പോഴും മിണ്ടുന്നില്ല. പ്രധാനപ്പെട്ട ജനറൽ ബോഡി യോഗം 21-ാം തീയതി നടക്കുന്നുണ്ട്. അതിൽ ഈ വിഷയം പരിഹരിക്കുമെന്നാണോ കരുതേണ്ടത്, അതോ അതിനുള്ള വഴികളില്ലേ? മറ്റൊന്ന്, ആസിഫ് അലി അടക്കമുള്ള താരങ്ങൾ അൻസിബയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഗതികേടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അൻസിബ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തലങ്ങൾ കുറച്ചുകൂടി വലുതാവുന്നുണ്ടല്ലോ നവമി. അതെ, നിലവിൽ മുതിർന്ന താരങ്ങൾ, പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, ജഗദീഷിനെ പോലുള്ള മുതിർന്ന താരങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ജഗദീഷൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിലപാട് വ്യക്തമാക്കുന്ന ആളാണ്. ജഗദീഷ് അടക്കം പറയുന്നത് ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് ഈ പ്രശ്നത്തെ വീണ്ടും വഷളാക്കാതെ എന്തായാലും ജനറൽ ബോഡി ചേരുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ 1 മാസം പോലും ഇല്ല, 21-ാം തീയതിയാണ് ജനറൽ ബോഡി ചേരുന്നത്. അപ്പോൾ ആ ജനറൽ ബോഡിയിൽ അക്കാര്യങ്ങളെല്ലാം പറയട്ടെ, എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ മാത്രം മറ്റ് നടപടികളുമായി പോവുകയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങളൊക്കെ പറയുകയോ ചെയ്താൽ പോരെ എന്നൊരു നിലപാടാണ് മുതിർന്ന താരങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നത്. സംഘടനയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പറയട്ടെ, മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ സംഘടനയെ വളരെ വലിയ മോശമായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് നിർത്തുന്ന ഒരു അവസ്ഥ അത് നമുക്ക് ഒഴിവാക്കാമെന്നാണ് മുതിർന്ന താരങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇനി ആരും പരസ്യ പ്രതികരണം നടത്തരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പല താരങ്ങളും, പ്രത്യേകിച്ച് നടിമാരടക്കം മിണ്ടാതെ ഇരിക്കുന്നത്. അവരെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലാതെ, അതായത് നമ്മുടെ സ്വകാര്യമായി സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. അത് ജനറൽ ബോഡി കഴിയട്ടെ, ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ നിലപാട് കുറച്ചുകൂടി കടുപ്പിക്കാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ഈഗോ എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞതായി കേട്ടു, അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ഈഗോയുടെ പുറത്ത് പരസ്പരം സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നങ്ങളാണ് ഇത്രയും വലിയ ഒരു വിഷയമാക്കി കൊണ്ടുവരുന്നത്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ അമ്മ എന്ന സംഘടനയെ വളരെ മോശമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഓരോരുത്തരുടെയും നിലപാട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ എത്തി നിൽക്കുന്നത്. ഇനി എന്തായാലും അൻസിബ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ടിനി ടോം തനിക്ക് പറയാനുള്ളതെല്ലാം സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞു, നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെയും മുന്നോട്ട് പോകും എന്നൊരു നിലപാടിലൊക്കെയാണ് എത്തി നിൽക്കുന്നത്. എന്തായാലും 21-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. രഞ്ജിത്ത്, അതാണ് അമ്മയിലെ സാഹചര്യം. പ്രശ്നങ്ങൾ വഷളാവുകയാണ്. പരിഹാരമില്ലാത്ത തോതിൽ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലും പരസ്പര പോരും നിയമ പോരാട്ടമൊക്കെയായി ആകെ നാണം കെട്ട നിലയിലാണ് അമ്മ എന്ന സംഘടന. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കർണാടകയിൽ DK ശിവകുമാർ സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കും. ലോക്ഭവനിൽ വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞ. മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ അടക്കം 8 പേർക്ക് സുപ്രധാന വകുപ്പുകൾ നൽകണമെന്ന ആവശ്യമാണ് സിദ്ധരാമയ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം പുതുമുഖങ്ങൾക്ക് പരിഗണന നൽകുമെന്നാണ് DK ശിവകുമാർ ഇപ്പോൾ ആ വിഷയത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. മന്ത്രിസഭാംഗങ്ങളെ നിശ്ചയിക്കാൻ ഇരുവരും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി അവസാനവട്ട ചർച്ചകളിലാണ്. ടി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, മുഖ്യമന്ത്രി മാറ്റമുണ്ടായി, DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനങ്ങളെ ചൊല്ലി തർക്കങ്ങൾ മൂർച്ഛിക്കുന്ന അവസ്ഥയാണോ?
തൻ്റെ മകനടക്കം മന്ത്രിസ്ഥാനം നൽകണമെന്ന കാര്യത്തിൽ സിദ്ധരാമയ്യ ഉറച്ചു നിൽക്കുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഏതെങ്കിലും തലത്തിൽ DK? രഞ്ജിത്ത്, ഈ കർണാടകയിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇന്നലെ വൈകിട്ട് ഈ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ കൂടിയും നടന്നിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇനി സാധ്യത. അതായത് നാളെ DK ശിവകുമാർ മന്ത്രിസഭ അധികാരം ഏൽക്കാനിരിക്കെ ഇന്നാണ് ഇനി ചർച്ചകൾ നടക്കേണ്ടതെന്നതാണ് സാഹചര്യം. ഇന്നലെ രാഹുൽ ഗാന്ധി വൈകിട്ടാണ് അദ്ദേഹം രാജ്യ തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നത്. കോൺഗ്രസിൻ്റെ കർണാടകയിൽ നിന്നുള്ള ഒരു പറ്റം നേതാക്കളാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. DK ശിവകുമാറും സിദ്ധരാമയ്യയ്ക്കും പുറമെ മന്ത്രിസഭ പ്രവേശനം മന്ത്രിയാകാൻ മോഹിക്കുന്ന ഒരു പറ്റം നേതാക്കളുണ്ട്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് ഈ നേതാക്കൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് മന്ത്രിസഭയിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒന്ന്, സിദ്ധരാമയ്യ ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം ഹൈക്കമാൻഡിന് മുന്നിലും DK ശിവകുമാറിന് മുന്നിലുമുണ്ട്. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉപമുഖ്യമന്ത്രിമാർ സംബന്ധിച്ച് സിദ്ധരാമയ്യയ്ക്ക് താല്പര്യമുള്ളവരുടെ പേരുകൾ വരണം. രണ്ടാമത്തെ കാര്യം, സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണം. നിലവിലില്ലാത്ത ഒരു പ്രവർത്തന ശൈലിയാണ് സിദ്ധരാമയ്യ ക്യാമ്പ് ആവശ്യപ്പെടുന്നത്. അതായത് സർക്കാരിൽ അവരുടെ പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്. ഇതിന് DK ശിവകുമാർ വഴങ്ങുമോ? ഇക്കാര്യത്തിൽ അവ്യക്തതയുണ്ട്. സിദ്ധരാമയ്യയുടെ മകന് മന്ത്രിസഭാ പ്രവേശനം നൽകണം, മന്ത്രിസഭയിൽ ഇടം നൽകണമെന്ന ആവശ്യമുണ്ട്. അത് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ബാക്കി കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇതിനിടയിൽ കർണാടകയിലെ ചില ബാക്ക്വേർഡ് ക്ലാസസിന് അവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണം, വിവിധ ജാതി വിഭാഗങ്ങൾക്ക് പരിഗണന നൽകണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പാർട്ടിക്ക് പുറത്തുനിന്നും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വരുന്നതുമുണ്ട്. ഇത്തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യങ്ങളാണ്. ഇന്ന് പകൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ നിർണായകമാണ്. എന്തായാലും ഈ ചർച്ചകൾ പൂർത്തീകരിച്ച ശേഷം വേണം നാളെ ശിവകുമാർ മന്ത്രിസഭയ്ക്ക് അധികാരമേൽക്കാൻ. ഏതായാലും അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, കാര്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരമിരിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് മടക്കം. ജൂൺ 6 ദില്ലിയിലെത്തും. സമരത്തിൽ അണിചേരാൻ രാജ്യത്ത് യുവാക്കളോട് ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ അഭിജിത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിതിൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കോക്രോച്ച് പാർട്ടി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്ത്യയിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അഭിജിത്ത് അദ്ദേഹം സ്ഥാപകനാണ്, യുഎസിലിരുന്നായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ 6-ാം തീയതി ഈ മാസം 6-ാം തീയതി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ എന്ത് മാറ്റമാണ് ഇത് സംഭവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നിതിന്, അഭിജിത്ത് വരികയാണ് ഇന്ത്യയിലേക്ക്. അത് നേരത്തെയുള്ള ആക്ഷേപം അമേരിക്കയിലിരുന്നാണ് നിയന്ത്രിക്കുന്നത് എന്നും നേരിട്ട് രംഗത്ത് വരാൻ ഭയമാണ് എന്നും മറ്റുമായിരുന്നു. അതിപ്പോൾ അഭിജിത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാര്യമായ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കണോ? അതെ രഞ്ജിത്ത്, ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിൽ കോളിളക്കം തന്നെ സൃഷ്ടിച്ച CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻ വിദ്യാർത്ഥിയായിട്ടാണ് അഭിജിത്ത് പഠിക്കുന്നത്. ജൂൺ 6-നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ജന്തർ മന്ദറിൽ വെച്ച് നടത്താനിരിക്കുന്ന സമരത്തിന് ഡൽഹി പോലീസിൽ നിന്നും അദ്ദേഹം ആദ്യമേ അനുമതി തേടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമരത്തിൽ അണിചേരാൻ രാജ്യത്തെ യുവാക്കളോടും അദ്ദേഹം ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പം സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നും CBSE പരീക്ഷയെ തുടർന്നുമുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം ചെയ്യുക എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ദില്ലി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന അദ്ദേഹം കാൽനടയായി ദില്ലി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് വീഡിയോയിൽ, ഒന്നിച്ച് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അധികാരികൾക്കൊന്നും കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ. ഏതായാലും കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അത് ഏത് തരത്തിൽ പാർട്ടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ അദ്ദേഹം പ്രഥമ ലക്ഷ്യം വെക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ്, BJP ക്ക് ഭീഷണിയാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും.
ഇതിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. 5 പ്രതികൾക്കെതിരെ പോലീസ് നരഹത്യ ചുമത്തിയിട്ടുണ്ട്. പ്രതികൾ ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ SIT അറിയിച്ചിരിക്കുന്നത്. ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസ് ആണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, ഒളിവിലാണ് ഗൺമാന്മാർ. കഴിഞ്ഞ ദിവസമൊക്കെ കോടതി പരിസരത്തും മറ്റും ഇവരെത്തിയിരുന്നു. കേസിന്റെ കുരുക്ക് മുറുകുന്നു എന്നറിഞ്ഞപ്പോൾ മുങ്ങുകയായിരുന്നു അവിടെ നിന്ന്. ഇപ്പോൾ എന്താണ് കോടതിയിലെ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, ഈ ഗൺമാന്മാരുടെ കേസിൽ അവസാനം പ്രതി ചേർക്കപ്പെട്ട 3 പേർ അരുൺ, സൈജു, വിപിൻ എന്നിവരാണ് ഇപ്പോൾ കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നേരത്തെ അനിൽ കലിയൂറും ഒപ്പം സന്ദീപും, അതായത് ഈ ആദ്യ പ്രതി ചേർക്കപ്പെട്ട 1ഉം 2ഉം പ്രതികളെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമായിരുന്നു അനിൽ കലിയൂറും സന്ദീപും. അവരെ കൂടാതെ അന്നുണ്ടായിരുന്ന മറ്റ് 3 പേരും കൂടെ ചേർത്ത് 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുക. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇവര് ഈ വകുപ്പുകൾ ചുമത്തുന്നതിന് മുമ്പ്, അതായത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നതിന് മുൻപ് തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് അവർ ആ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ അതിനെ അപ്പീലിനെ തള്ളിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. കാരണം SIT നൽകിയ റിപ്പോർട്ടിൽ അന്ന് ഇവർക്കെതിരെ അത്തരത്തിലുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പിന്നീട് SIT കേസിൽ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തതോട് പിന്നാലെ ഇവർ ഒളിവിൽ പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറോടൊപ്പം തന്നെ ഈ കേസിൽ കക്ഷി ചേരാനായി മർദ്ദനമേറ്റ അജയ് ജുവൽ കുര്യാക്കോസിന്റെയും ഒപ്പം തന്നെ AD തോമസിന്റെയും അഭിഭാഷകനോട് കൂടി കോടതി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവരുടെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ SIT ഈ ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കും. അതേസമയം ഇത് അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ SIT കോടതിയെ അറിയിച്ചിരുന്നു. അതേ സമീപനം തന്നെയായിരിക്കും ഇതിനകത്ത് സ്വീകരിക്കുക. കൂടുതൽ തെളിവുകൾ, അതായത് അന്ന് SIT നൽകിയ റിപ്പോർട്ടിൽ ഈ പ്രതികൾ അകാരണമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ സംഘം ഈ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതോടെയാണ് ഈ അനിൽ കലിയൂർ സന്ദീപും അടക്കമുള്ള ആളുകൾ ഒളിവിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിലും ഈ അനിൽ കലിയൂർ അടക്കമുള്ള ആളുകളെ നമുക്ക് അവിടെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അതിന് പിന്നാലെയാണ് SIT വകുപ്പ് ചുമത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഇവർ ഒളിവിലാണെന്നുള്ള വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യത കുറവാണ്. ശരി ശരണ്യ. മൂന്നാർ കൊളുക്കുമലയിൽ യുവാവ് കൊക്കയിലേക്ക് വീണു. ചെന്നൈ അഭിരാമപുരം സ്വദേശി L ദ്രാവിനേഷാണ് അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. പ്രിൻസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, കാലാവസ്ഥ അത്ര സുഖകരമല്ല. എന്താണ് സംഭവിച്ചത്? ഈ അവിടെ വിനോദസഞ്ചാരത്തിന് വന്ന ആളാണോ അപകടത്തിൽപ്പെട്ടത്? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാൾ സ്വയം ജീവനൊടുക്കുന്നതിനായി കുക്കയിൽ നിന്നും മലമുകളിൽ നിന്നും താഴേക്ക് ചാടിയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇയാൾ രാവിലെ പുലർച്ചെ കുളക്കുമലയിലെ സിംഹളം പാറ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ഓടി കൊക്കയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് നാട്ടുകാരിൽ ചിലർ ഒപ്പോൾ ചിലർ പറയുന്നത്. അതിനുശേഷം ഉൾക്കൊണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇത് തമിഴ്നാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇയാൾ ചാടിയിരിക്കുന്നത്. തമിഴ്നാട് കുരങ്ങണി പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള മേഖലയിൽ നിന്ന് മാത്രമേ ഇതിലേക്ക് എത്താനുള്ളൂ, വരാൻ സാധിക്കുള്ളൂ. അതിനായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെയധികം സമയമെടുക്കേണ്ട ഒരു സമയമെടുത്ത് മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടേറിയ ഭാഗമാണ്. പ്രത്യേകിച്ചും അതിർത്തി മേഖലയിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ശരി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രായത്തെ വെറും അക്കങ്ങളാക്കി ലോക മാസ്റ്റേഴ്സ് ഗെയിംസ്. പഞ്ചഗുസ്തിയിൽ 2 വെങ്കല മെഡലുമായി ഒരു വളാഞ്ചേരിക്കാരൻ. ഇരുമ്പിളിയം വളയംകുന്ന് സ്വദേശി അക്ബർ മരക്കാറാണ് 2 കൈകൊണ്ടുള്ള പഞ്ചഗുസ്തിയിൽ വെങ്കല മെഡലുമായി നാടിന് അഭിമാനമാകുന്നത്. സർക്കാർ പോലും സ്പോൺസർ ചെയ്യാത്ത അക്ബർ സ്വന്തം ചിലവിലാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പരിശീലനവും സ്വന്തം നിലയ്ക്ക് തന്നെ. കയ്യൂക്കുകൊണ്ട് കാര്യക്കാരനാവുക എന്നൊക്കെ പറയുന്നത് മുൻപൊക്കെ അധികാരം സ്ഥാപിക്കലിന്റെ പര്യായമായിരുന്നെങ്കിൽ
അക്ബർ മരക്കാരുടെ കാര്യത്തിൽ സ്പോർട്സാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. 1.5 പതിറ്റാണ്ടിലധികമായി പഞ്ചഗുസ്തിയിൽ സജീവമായ അക്ബർ മരക്കാർ ഒടുവിൽ തന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി 2 വെങ്കല മെഡൽ സ്വന്തമാക്കി അക്ബർ മരക്കാർ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം രാജ്യത്തിനാകെ അഭിമാനമായിരിക്കുകയാണ്. പ്രായത്തെ വെറും അക്കങ്ങളാക്കിയാണ് അക്ബറിന്റെ വെങ്കലത്തിളക്കമുള്ള പ്രകടനം. ഗോവയിൽ നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ 40-നും 50-നും ഇടയ്ക്കുള്ളവരുടെ പ്രായ വിഭാഗത്തിലാണ് 49-കാരനായ അക്ബർ മത്സരിച്ചത്. 80-90 കിലോ ഭാരവിഭാഗത്തിൽ ഇടം കൈയിലും വലം കൈയിലും ഒരേപോലെ പഞ്ച് പിടിച്ചാണ് അക്ബറിന്റെ നേട്ടം. 15ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് മത്സരിക്കാനുണ്ടായിരുന്നത്. 2026 വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഈ വർഷം പങ്കെടുക്കാൻ സാധിക്കുകയും 2 മെഡൽ കരസ്ഥമാക്കാൻ ദേശീയ പതാക ഉയർത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് വലിയ കുന്നിൽ പവർ ജിംനേഷ്യത്തിലാണ്. മോർണിംഗിലും ചില സമയങ്ങളിൽ ഈവനിങ്ങിലും വർക്കൗട്ട് ചെയ്യാറുണ്ട്. 10 വർഷത്തോളമായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചാൻസ് ലഭിക്കാറുണ്ട്. സാമ്പത്തിക പ്രയാസം കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാറില്ല. ഈ വർഷം വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇന്ത്യയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ സാധിക്കുകയും ഇന്ത്യക്ക് വേണ്ടി 2 മെഡൽ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ട് ആ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 7 തവണ ദേശീയ ചാമ്പ്യനായ അക്ബർ അപ്പോഴെല്ലാം ലോക ഗെയിംസിലും പങ്കെടുക്കാൻ യോഗ്യത നേടിയിരുന്നു. പക്ഷേ അന്യരാജ്യങ്ങളിൽ പോയി മത്സരിക്കാൻ പങ്കെടുക്കാനുള്ള സാമ്പത്തികമില്ലാത്തതിനാൽ പോകാൻ സാധിച്ചിരുന്നില്ല. കേരള സർക്കാർ സ്പോൺസർ ചെയ്യാനും തയ്യാറായില്ല. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാനെ പലകുറി നേരിൽ കണ്ടെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് മടക്കുകയാണുണ്ടായത്. കുറി ഗോവയിലായതുകൊണ്ടാണ് സ്വന്തം ചിലവിൽ പോയി മത്സരിച്ചതും മെഡൽ നേടിയതും. ഇരുമ്പിളയം വലിയകുന്ന് സ്വദേശിയായ അക്ബർ മരക്കാർ മുൻ DCC സെക്രട്ടറി PC മരക്കാർ അലിയുടെ മകനാണ്. ഫർസാനയാണ് ഭാര്യ. ഏകമകൻ യാസിൻ വാളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. പഞ്ചഗുസ്തിയിൽ തൽപരനായ മകനെയും സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതോടെ സജീവമാക്കാനാണ് അക്ബറിന്റെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇടുക്കിയെ തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം പാതയ്ക്ക് വീണ്ടും സാധ്യതകൾ തെളിയുന്നു. പാതയുടെ സാധ്യതകൾ പരിശോധിക്കുന്നതിനായി തമിഴ്നാട് കമ്പം MLA ജഗന്നാഥ് മിശ്ര മേഖലയിലൂടെ കാൽനടയായി സഞ്ചരിച്ച് കേരളത്തിലെത്തി. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ തേവാരമെട്ടിൽ നിന്നും 4 കിലോമീറ്റർ ചുരംപാത നിർമ്മിച്ചാൽ തമിഴ്നാട്ടിലെ തേവാരത്തിന് സമീപം എത്താം. റോഡ് യാഥാർത്ഥ്യമായ ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയും മധുരയും തമ്മിലുള്ള ദൂരം 60 കിലോമീറ്ററിലധികം കുറയും. ഇരു സംസ്ഥാനങ്ങളിലെയും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ കാലങ്ങളായി ഉന്നയിക്കുന്ന പാത നിർമ്മിക്കുന്നതിനുള്ള സാഹചര്യം മനസ്സിലാക്കുന്നതിനായാണ് കമ്പം MLA ജഗന്നാഥ് മിശ്ര വനമേഖലയിലൂടെ കാൽനടയായി സഞ്ചരിച്ച് കേരളത്തിലെത്തിയത്. പാതയുടെ നിർമ്മാണത്തിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് MLA அறிவிച്ചു. தேனி டிஸ்ட்ரிக்ட் கலெக்டர் தமிழ்நாடு CM வந்து இந்த பாதையுடைய ஆய்வு ஸ்டேட்மெண்ட்டை வந்து கொடுக்கும்போது உറപ്പായിട്ട് ஆவசியமாயிட்டு தமிழக கேரள மக்களுடைய உறவு பாதையா இந்த பாதையை வந்து கொண்டு வரதுல கம்பம் சட்டமன்ற உறுப்பினராக നിശ്ചയமாக അത് കൊണ്ടുവരുമോ. കേരളത്തിലെത്തിയ MLAയ്ക്കും സംഘത്തിനും റോഡ് ആക്ഷൻ കൗൺസിലിന്റെയും കേരളത്തിലെ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു. 1981 റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. പിന്നീട് പലതവണ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും വിവിധ തടസ്സങ്ങളാൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. റോഡ് യാഥാർത്ഥ്യമായ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി നായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും പച്ചക്കറി ഉൽപാദന മേഖലയായ ചിന്നമന്നൂരിലേക്കും വേഗത്തിലെത്താനാവും. ശബരിമല തീർത്ഥാടകർക്കും ദിവസേന കേരളത്തിലേക്ക് എത്തുന്ന തൊഴിലാളികൾക്കും പാത ഗുണകരമാകും. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കവും വേഗത്തിലാക്കാൻ സാധിക്കും. ഇടുക്കി. വന്യമൃഗശല്യം മൂലം മൂന്നാറിലെ പച്ചക്കറി കൃഷി പ്രതിസന്ധിയിലായി. കാട്ടാനശല്യം രൂക്ഷമായതോടെയാണ് തൊഴിലാളികൾ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നത്. വന്യമൃഗശല്യം മൂലം കൃഷിനാശമുണ്ടായിട്ടും തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അധിക വരുമാനം കണ്ടെത്തുന്നതിനാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വിവിധ ഇനം പച്ചക്കറികൾ മൂന്നാറിന്റെ കാലാവസ്ഥയിൽ യഥേഷ്ടം വളരും. എന്നാൽ ഏതാനും വർഷങ്ങളായി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. കൂട്ടമായും ഒറ്റയ്ക്കുമെത്തുന്ന ആനകൾ വിളകൾ പാടെ നശിപ്പിക്കും. കാട്ടുപോത്ത്, കാട്ടുപന്നി തുടങ്ങിയ മൃഗങ്ങളുടെ ശല്യവുമുണ്ട്. മുൻപ് മേഖലയിൽ 350 ഹെക്ടറിലധികം ഭൂമിയിൽ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നത് 100 ഹെക്ടറായി കുറഞ്ഞു. നമുക്ക് കൃഷിഭവനിൽ നിന്ന് നിരവധി ആനുകൂല്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. വിത്തുകളായും തൈകളായും അതിന് ആവശ്യമായ ഇൻപുട്സ് ആയും നമ്മൾ നൽകുന്നുണ്ട്. എന്നാൽ
കർഷകർ വിളവെടുക്കുന്ന സമയത്ത് മിക്കവാറും തന്നെ ആനകളുടെ ശല്യം മൂലം ഒരിക്കൽ പോലും കൃഷിക്കാർക്ക് വിളവെടുക്കാൻ കഴിയുന്നില്ല. ഭൂരിഭാഗം കർഷകരും ഇതിൽ നിന്ന് പിന്തിരിയുകയാണ്. കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം ലയങ്ങൾക്ക് ചുറ്റും വന്യമൃഗങ്ങൾ തമ്പടിക്കാനും തുടങ്ങിയതോടെ പലരും കൃഷി ഉപേക്ഷിച്ചു. ലയങ്ങളോട് ചേർന്നുള്ള കമ്പനി വക ഭൂമിയിലാണ് തൊഴിലാളികൾ കൃഷി ഇറക്കുന്നത്. സ്വന്തം ഭൂമി അല്ലാത്തതിനാൽ ഇവർക്ക് നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. ரொம்ப காட்டு மாடு சல்லியம் சார். யானை நாங்கள் கஷ்டப்பட்டு உண்டாக்குறோம், அதை ஒன்றும் எங்களுக்கு மிஞ்சுறதில்ல. காட்டு மாடு வந்து அழிச்சிருது யானை. நாங்கள் நிறைய கஷ்டப்பட்டு உரம் வாங்கி 1000 ரூபாய்க்கு உரம் வாங்கி போட்டோம், அதெல்லாம் ஒன்றும் மிஞ்சலை. காட்டு மாடு யானைங்களோட தொல்லை அதிகமாக இருக்குது சார். நாங்கள் வந்து வயலில் எவ்வளோ தான் தோட்டத்தில் பயிர் பண்ணாலும் அழிச்சிட்டு போயிடுது. ஒவ்வொன்றத்தையும் பார்க்குறதுக்கு கண்ணு முழிச்சு நைட்டெல்லாம் காட்டு மாடு வருதா யானை வருதா அப்படின்னு சொல்லிட்டு தான் நாங்கள் பார்த்துட்ருக்கோம். ஒரு டைம் கூட தூங்கி எழுந்திருக்கும் போது பழம் பண்ணது அப்படியே இருக்கா அப்படின்றது கூட எங்களுக்கு வந்து சந்தேகமாக தான் இருக்குது. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മേഖലയിലെ പച്ചക്കറി കൃഷി പൂർണ്ണമായും ഇല്ലാതാവും. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം റൂൾ 50 പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി. പെട്രോളിയം വില വർധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയെന്നും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയാണ്. KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. എന്താണ് ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്? രഞ്ജിത്ത്, VD സതീശൻ സർക്കാരിനെതിരെ അടിയന്തര പ്രവൃത്തി അവതരിപ്പിക്കാനുള്ള ആദ്യ അവസരമാണ് ഇന്ന് പ്രതിപക്ഷത്തിന് നിയമസഭയിലുള്ളത്. നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയുടെ തുടക്കമാണ്. ആ അവസരം പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തെ വിലക്കയറ്റം, അത് രൂക്ഷമായ വിലക്കയറ്റം ചെയ്യണമെന്നാണ് ആവശ്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധന ഉൾപ്പെടെയുള്ള വിലക്കയറ്റ പ്രശ്നങ്ങളുണ്ട്. ജനജീവിതം ദുഷ്കരമാകുന്നു. ഓരോ ദിവസവും LPG സിലിണ്ടറിനടക്കം വില വർദ്ധിക്കുന്നു. ഇത് നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്, നേരത്തെ പ്രതിപക്ഷത്തായിരുന്ന പറയുന്നത് ഈ അധിക നികുതി ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അധികാരത്തെത്തിയാൽ ചെയ്യുമെന്ന് അവർ ഉറപ്പു നൽകിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഈ വിഷയങ്ങളാകുമെന്ന് KN ബാലഗോപാൽ റൂൾ 50 നോട്ടീസിലൂടെ ആവശ്യപ്പെടുക. ആദ്യത്തെ അവസരം തന്നെ വിലക്കയറ്റ വിഷയം ചർച്ചയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മലയന്തുരത്തിലെ കുടിവയ്പ്പുകളുമായി ബന്ധപ്പെട്ട വിഷയം ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഭരണപക്ഷവും ഇന്ന് സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയത് KN ബാലഗോപാൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനിടെ ഉണ്ടായ അതിക്രമത്തിൽ CPM നേതാക്കളെയും പ്രതിയേർക്കണമെന്ന് ED ആവശ്യപ്പെട്ടു. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ കൂടി അറിവോടെയാണ് എന്നാണ് EDയുടെ നിലപാട്. നേതാക്കളാണ് പ്രകോപനമുണ്ടാക്കിയത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കക്ഷി ചേരും. ഇതിനുള്ള തെളിവ് ശേഖരണവും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് ചെറിയ കാര്യമല്ല. ED ഈ വിഷയത്തിൽ കക്ഷി ചേരാൻ പോവുകയാണ്. അത് വളരെ പ്രധാനമായും നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ വിഷയം കേസുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന ആവശ്യം കൂടി ED ഉന്നയിക്കുന്നുണ്ട്. CBSE പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റ് പ്രവർത്തനക്ഷമമായി. വിദ്യാർത്ഥികൾക്ക് ഈ മാസം 6 വരെ അപേക്ഷ നൽകാം. വെബ്സൈറ്റ് തകരാറിലും ഡേറ്റ ചോർച്ച ആരോപണങ്ങളിലും കടുത്ത പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. ഇന്നലെയും വെബ്സൈറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല. ഇരട്ടക്കുട്ടികൾ ക്ലാസ്സിൽ അത്ര അസാധാരണമല്ലെങ്കിലും ഒരു വീട്ടിൽ നിന്ന് 4 കുട്ടികൾ ഒരു ക്ലാസ്സിൽ വരിക എന്നത് അപൂർവമാണ്. അതും ഈ 4 പേരും പിറന്നത് ഒരുമിച്ചാണ്. മലപ്പുറം ചീക്കോട് KKMHSSൽ ആണ് ഈ അപൂർവ സഹോദര സംഗമം. 4 പേരും ഒരേ വീട്ടിലുള്ള ഒരേ സമയം ഒറ്റ പ്രസവത്തിൽ പ്രസവത്തിലുള്ള മക്കളാണ്. അപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഇവരാണ് ദിൽന ഫാത്തിമ, ദിൽഷ ഫാത്തിമ, മുഹമ്മദ് നജീം, മുഹമ്മദ് നാസിം. മലപ്പുറം ചീക്കോട് വെട്ടുപാറ റിയ മൻസിലിൽ നസീം ഷഫീന ദമ്പതികളുടെ മക്കൾ. ഒരുമിച്ച് പിറന്നവർ. ചീക്കോട് KKMHSSൽ 8ാം തരത്തിലേക്കാണ് ഇവർ ഒരുമിച്ച് അഡ്മിഷൻ എടുത്തത്. 4 പേരും ഒരേ ക്ലാസ്സിലാണ്. സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരേ പ്രായത്തിൽ ഒരേ വീട്ടിൽ നിന്ന് ഒരേ ക്ലാസ്സിലേക്ക് 4 പേരെത്തുന്നത്. അഡ്മിഷന്റെ 2ാമത്തെ ദിവസം ഒരു പാരന്റ് 2 കുട്ടികളെയും കൊണ്ട് വന്നു. അപ്പൊ ഞാനായിരുന്നു അന്ന് അഡ്മിഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു കഴിഞ്ഞപ്പം നോക്കി 2 കുട്ടികൾ പറഞ്ഞു വീണ്ടും 2 തരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ ഈ 4 കുട്ടികളും ഒരേ ക്ലാസ്സിലേക്കാണോ എന്ന് ചോദിച്ചു. അപ്പ പറഞ്ഞ ഒരു പ്രസവത്തിലുണ്ടായ 4 കുട്ടികളാണ് എന്ന് പറഞ്ഞു.
അപ്പൊ അത് വളരെ കൗതുകകരമായ ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ 4 കുട്ടികളെ ഒരേ ക്ലാസ്സിലേക്ക് ഒരേ പാരന്റ്സിന്റെ ഒരു ഡെലിവറിയിൽ ഉണ്ടായ കുട്ടികൾ വരുന്നത്. നമ്മളെ KKMHS ചീക്കോട് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഞാൻ എന്റെ ടീച്ചിങ് കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു വീട്ടിലുള്ള ഒരേ പ്രായത്തിലുള്ള ഒറ്റ പ്രസവത്തിലുള്ള 4 മക്കളെ ഒരേ അക്കാദമിക് ഇയറിൽ പഠിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. 4 പേരും ഒരുമിച്ചാണ് ജനിച്ചതെങ്കിലും കാണാൻ ഒരേപോലെയല്ല എന്നതുകൊണ്ട് ഇവരെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന ആശ്വാസം അധ്യാപകർക്കും ക്ലാസ്സിലെ കുട്ടികൾക്കുമുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കട്ടപ്പന വലിയ പാറയിൽ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടു. ചാണശ്ശേരി സ്വദേശി സനീഷിന്റെ വാഹനമാണ് തീയിട്ട് നശിപ്പിച്ചത്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. ന്യൂസ് 18-ലെ കൊച്ചി ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുടെ സഹോദരൻ സ്വാഗതിന്റെ പിറന്നാളാണ് ഇന്ന്. സ്വാഗതിന് ജന്മദിനാശംസകൾ നേരുകയാണ് അച്ഛനമ്മമാർ. അതോടൊപ്പം സ്വാതി, ശ്രീദേവി, രുദ്ര എന്നിവരും സ്വാഗതിന് ആശംസകൾ നേരുന്നു. ന്യൂസ് 18-ന്റെയും എല്ലാവിധ ആശംസയും സ്വാഗതം. അപ്പോൾ രാവിലെ പൂർത്തിയാവുകയാണ്. മഴ ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ്. നമസ്കാരം.